പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ഖിറാഅത്തു ഫി ഖിസ്സത്തി അല്ലദി അബ്തലൽ ഖുംബലത്ത ലി ഹന്നാമീന. ഹന്നാമീനയുടെ ബോംബ് നിർവീര്യമാക്കിയ ആൾ എന്ന കഥയെക്കുറിച്ചുള്ള വായനയാണ്. അതിലെ ആ യൂണിറ്റിലെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് റീക്യാപ്പിലേക്ക് കടക്കാം. തദൂറു അഹ്ദാസുൽ ഖിസ്സത്തി ഖിലാല ഹർബി തിശ്രീന ആമ 1973 മിമ്മ യുളീഫു ബുഅദൻ താരിഖിയൻ വ സിയാസിയൻ ലിൽ അഹ്ദാസ്. കഥയുടെ പശ്ചാത്തലം 1973 ഒക്ടോബർ യുദ്ധകാലത്താണ് കഥ നടക്കുന്നത്. ഇത് സംഭവങ്ങൾക്ക് ചരിത്രപരവും രാഷ്ട്രീയമായ ഒരു മാനം നൽകുന്നു. تساعد الحبكة من مشاهد الدمار والقصف إلى اللحظة الحاسمة التي تدخل فيها الشاب لإبطال القنبلة يخلق توترا واهتماما متزايدا. കഥാസന്ദർഭം നാശനഷ്ടങ്ങളുടെയും ബോംബാക്രമണങ്ങളുടെയും കാഴ്ചകളിൽ നിന്ന് കഥയുടെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു. അവിടെ ബോംബ് നിർവീര്യമാക്കാൻ യുവാവ് ഇടപെടുന്നു. ഇത് കഥയിൽ വലിയ പിരിമുറുക്കം ആകാശം സൃഷ്ടിക്കുന്നു. الضابط يعبر عن مسؤولية والقلق بينما يجسد الشاب الشجاعة والتضحية. الشخصيات الثانوية تضيف عمقا واقعية للمشهد. കഥാപാത്രങ്ങൾ ഓഫീസ് ഉത്തരവാദിത്ത ബോധത്തെയും ഉത്കണ്ഠയും പ്രതിനിധീകരിക്കുമ്പോൾ യുവാവ് ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാകുന്നു. ദ്വിതീയ കഥാപാത്രങ്ങൾ രംഗത്തിന് ആഴവും യാഥാർത്ഥ്യബോധവും നൽകുന്നു. തുസല്ലത്തുൽ ഖിസ്സത്തു അല്ലാഹു അല ശജാഅത്തി വതളഹിയത്തി വൽ മസ്ഊലിയത്തി ഇജ്തിമാഇയ്യത്തി من خلال اختيار الشاب المخاطرة بحياته لإنقاذ الآخرين. അടുത്തത് ത്യാഗമാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെക്കുന്നതിലൂടെ യുവാവിൻ്റെ ധൈര്യം, ത്യാഗം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ കഥ എടുത്തു കാണിക്കുന്നു. يتميز الأسلوب السردي بالواقعية والتفصيل مما يتيح للقارئ تصور الأحداث والشعور بالتوتر والخطر المحيط. അടുത്ത രചനാശൈലിയെക്കുറിച്ച് പറയുകയാണ്. റിയലിസവും വിശദാംശങ്ങളും നിറഞ്ഞ വിവരണങ്ങളുടെ ശൈലിയാണ് ഇതിൻ്റേത്. ഇത് വായനക്കാരന് സംഭവങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തോന്നിപ്പിക്കുകയും ചുറ്റുമുള്ള അപകടവും പിരിമുറുക്കവും അനുഭവിക്കുകയും ചെയ്യുന്നു. അനിഹായത്ത് غير المتوقعة حيث يجلس الشاب على القنبلة ويشعل سيجارة تضيف لمسة من الدراما والتشويق وتبرز شجاعته. അടുത്ത പറയുന്നത് പ്രതീക്ഷിക്കാത്ത അന്ത്യമാണ്. യുവാവ് ബോംബിന് മുകളിൽ ഇരുന്ന് സിഗരറ്റ് കത്തിക്കുന്ന അപ്രതീക്ഷിത അന്ത്യം കഥയ്ക്ക് നാടകീയതയും ആകാംക്ഷയും കൂട്ടുകയും അവൻ്റെ ധൈര്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത് തഹ്മിലുൽ ഖിസ്സത്ത് റസായിലത്തൻ ഇൻസാനിയത്തൻ മുഹിമ്മത്തൻ മിഥ്ലൽ ഈമാനി ബി ഖുദ്റത്തിൽ ഫർദി അലൽ അഹ്ദാഫി തഗീരി വ തളാമീനി വ തകാതുഫി ഫിൽ ഔഖാത്തി സ്സഅബ. അടുത്ത സന്ദേശമാണ് പറയുന്നത്. കഠിനമായ സമയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഒത്തൊരുമയോടെ നിൽക്കാനുമുള്ള വ്യക്തിയുടെ കഴിവിനെയും വിശ്വാസത്തെയും കുറിച്ചുള്ള പ്രധാനപ്പെട്ട മാനുഷിക സന്ദേശങ്ങൾ കഥ നൽകുന്നു. وصف الدقيق للأحداث والبيئة يعزز الواقعية ويجعل القارئ يشعر وكأنه في قلب الحدث. അടുത്ത പറയുന്നത് ആന്തരിക സംഭാഷണത്തെക്കുറിച്ചാണ്. യുവാവിൻ്റെ ആന്തരിക സംഭാഷണം അവൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുകയും വായനക്കാരനിൽ അനുഭാവം വളർത്തുകയും ചെയ്യുന്നു. الحوار الداخلي للشاب يعكس صراعه للنفس ويعزز تعاطف القارئ معه.
അടുത്തത് ഒത്തൊരുമയെക്കുറിച്ചാണ് പറയുന്നത്. وصف الدقيق للأحداث والبيئة يعزز الواقعية ويجعل القارئ يشعر وكأنه في القلب الحدث. പറയുന്നത് പശ്ചാത്തലത്തെക്കുറിച്ചാണ്. സംഭവങ്ങളുടെയും അന്തരീക്ഷത്തിൻ്റെയും കൃത്യമായ വിവരണം യാഥാർത്ഥ്യബോധം വർദ്ധിപ്പിക്കുകയും വായനക്കാരനെ സംഭവങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. الحوار الداخلي للشاب يعكس صراعه لنفسه ويعزز تعاطف القارئ معه. അടുത്ത ആന്തരിക സംഭാഷണത്തെക്കുറിച്ചാണ്. യുവാവിൻ്റെ ആന്തരിക സംഭാഷണം അവൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ പ്രതിഫലിക്കുകയും വായനക്കാരിൽ അനുഭവം വളർത്തുകയും ചെയ്യുന്നു. تجسد القصة روح التضامن والعمل الجماعي في مواجهة الأزمات. അടുത്ത പറയുന്നത് ഒത്തൊരുമയെക്കുറിച്ചാണ്. പ്രതിസന്ധികളെ നേടുന്നതിൽ ഒത്തൊരുമയുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യം കഥ കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫി അയ്യ സനത്തിൻ വഖഅത്ത് അഹ്ദാഫുൽ ഖിസ്സ. ഏത് വർഷത്തിലാണ് ആ സംഭവം സംഭവിച്ചിട്ടുള്ളത്? ഏത് വർഷത്തിലാണ് കഥയിൽ പറയുന്ന ആ സംഭവം സംഭവിക്കുന്നത്? കഥയിലെ സംഭവങ്ങൾ ഏത് വർഷത്തിലാണ് നടന്നത്? ഏത് വർഷമാണ്? ആൻസർ ഫി ആമി 1973. 1973 ആ സംഭവം നടന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഐന വഖഅത്തിൽ ഖുംബലത്തുൽ മൗഖൂതത്തുൽ ലത്തി തതഹദ്ദസു അനിൽ ഖിസ്സ. കഥയിൽ പറയുന്ന ടൈം ബോംബ് എവിടെയാണ് വെച്ചിരുന്നത്? ആൻസർ ഫി മന്തിഖത്തിൽ ഹൽബൂനി ഖർബ മസ്കന തുല്ലാബിൽ കുല്ലിയത്തിൽ ആദാബ്. ഹൽബൂനി പ്രദേശത്ത് ആർട്സ് കോളേജ് ഹോസ്റ്റലിന് സമീപം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, മാതാക്കാന യഹ്മിലു ഷാബു ഇത്തമ മറ ബിൽ ബാഹ. യുവാവ് നടന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? കാന യഹ്മിലു മിദ്യാഅൻ സഗീറൻ. അദ്ദേഹം ഒരു ചെറിയ റേഡിയോ ചുമക്കുന്നുണ്ടായിരുന്നു. അടുത്ത നാലാമത്തെ ചോദ്യം, മാദാ ഫഅല ളാബിത്തു ഇൻദമാ ഇക്തശഫൽ ഖുംബലത്തുൽ മൗഖൂതത്ത്. ടൈം ബോംബ് കണ്ടപ്പോൾ ഓഫീസർ എന്താണ് ചെയ്തത്? അബ്ലഗ ഫിർഖത നസ്ഇൽ മുതഫജ്ജറാത്തി വളല്ല യുഹാവിലു ഇബ്ആദ നഫ്സി അനിൽ ഖുംബല. അദ്ദേഹം ബോംബ് സ്ക്വാഡിനെ വിവരമറിയിക്കുകയും ആളുകളെ ബോംബിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം, മാ ഹുവ സബബുല്ലദി ജഅല അശ്ശാബു യഖററു ഫി നിഹായത്തിൽ ഇഖ്തിറാബി മിനൽ ഖുംബല. അവസാനം ബോംബിൻ്റെ അടുത്തേക്ക് പോകാൻ യുവാവിനെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? ആൻസർ ശഅറുൻ ബിൽ മസ്ഊലിയത്തി ലിഹിമായത്തിൽ ആഖിരീന മിൻ ഖതറിൽ ഖുംബല. മറ്റുള്ളവരെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം കാരണം. അടുത്ത ചോദ്യം, കൈഫ ഇഖ്തറബ അശ്ശാബു മിനൽ ഖുംബല. യുവാവ് എങ്ങനെയാണ് ബോംബിൻ്റെ അടുത്തേക്ക് നീങ്ങിയത്? ബോംബിൻ്റെ അടുത്തേക്ക് അടുത്തത് സഹഫ നഹ്വഹ ബിബത്ഇൻ. അവൻ പതുക്കെ അതിലേക്ക് അടുത്ത് ഇഴഞ്ഞു നീങ്ങി. ഏഴാമത്തെ ചോദ്യം, മാ ഹുവ റദ്ദു ഫിഅലി ളാബിത്ത് ഇൻദമാ റഅ അശ്ശാബു യഖ്തരിബു മിനൽ ഖുംബല. യുവാവ് ബോംബിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ബോംബിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഓഫീസറുടെ പ്രതികരണം എന്തായിരുന്നു? ഏഴാമത്തെ ചോദ്യം വായിച്ചില്ല. വാക്കാന ഷാബ് യഫ്അലു അസ്നാഅ സഹ്ഫിഹി നഹ്വൽ ഖുംബലത്തി. ഇഴഞ്ഞു നീങ്ങുമ്പോൾ യുവാവ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആൻസർ യസ്തമിഉ ഇലൽ മദിയാഇ ബൈനമാ കാന യസ്ഹഫു. റേഡിയോയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ റേഡിയോയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത എട്ടാമത്തെ ചോദ്യം, മാ ഹുവ റദ്ദുൽ ഫിഅലി ളാബിത്ത് ഇൻദമാ റഅ അശ്ശാബു യഖ്തരിബു മിനൽ ഖുംബല.
ഓഫീസർ അവനെ യുവാവ് ബോംബിനടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഓഫീസറുടെ പ്രതികരണം എന്തായിരുന്നു? ഹാവല മനഅഹു വസാഹ ബിഹി ലിയബ്തഇദ. ഓഫീസർ അവനെ തടയാൻ ശ്രമിക്കുകയും മാറി നിൽക്കാൻ വിളിച്ചു പറയുകയും ചെയ്തു. 9ാമത്തെ ചോദ്യം, മാതാക്കാനത്ത് ردة فعل الناس عندما رأوا الشاب يقترب من القنبلة. യുവാവ് ബോംബിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? ആൻസർ, തജമ്മദു ഫി അമാകിനിഹിം വശാഹദു ബിഖലഖിൻ വതവത്തുരിൻ. ആളുകൾ ഉത്കണ്ഠയോടെയും ഭയത്തോടും കൂടെ അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു. 10ാമത്തെ ചോദ്യം, കൈഫ ഇന്തഹത്തിൽ ഖിസ്സ. കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ജലസ ഷാബു ഫോക്കൽ കുമ്പലത്തി. ബോംബിൻ്റെ മുകളിൽ യുവാവ് ഇരിക്കുന്നു. വസ്ഖല സിജാറത്ത് മുളഹിറൻ ഷുദാഅത്തൻ കബീറത്തൻ. സിഗരറ്റ് കത്തിച്ച് വലിയ ധൈര്യം പ്രകടിപ്പിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.